നമസ്കാരം. വാർത്താ നേരം തുടങ്ങുന്നു. പ്രധാന വാർത്തകൾ. ജോലിയിൽ തിരികെ പ്രവേശിച്ച് നഴ്സിംഗ് ഓഫീസർ PB അനിത കോഴിക്കോട് മെഡിക്കൽ കോളേജിലെത്തിയത് ICU പീഡനക്കേസിലെ അതിജീവിതയ്ക്കൊപ്പം. കോടതിയിൽ നിന്ന് നീതി കിട്ടുമെന്നാണ് പ്രതീക്ഷയെന്നും PB അനിത. CPMന്റെ അക്കൗണ്ട് മരവിപ്പിച്ചതിൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന് MP ഗോവിന്ദൻ. EDയും ആദായനികുതി വകുപ്പും കാണിക്കുന്നത് ഗുണ്ടായിസമെന്ന് വിമർശനം. നിയമപരമായ കാര്യങ്ങളെല്ലാം പാർട്ടിയെ ഭയപ്പെടുത്താനാണ് ശ്രമിക്കുന്നതെന്നും CPM സംസ്ഥാന സെക്രട്ടറി. പാനൂർ സ്ഫോടന പശ്ചാത്തലത്തിൽ നടപടി ഘടിപ്പിച്ചു പോലീസ്. അതിർത്തികളിൽ കർശന പരിശോധന. സ്ഥിരം കുറ്റവാളികൾക്ക് കരുതൽ തടങ്കൽ. നാദാപുരത്ത് പരിശോധനയ്ക്ക് കേന്ദ്രസേനയും. കസ്റ്റഡിയിലുള്ളവരുമായി ഇന്ന് തെളിവെടുപ്പ്. മൂവാറ്റുപുഴ ആൾക്കൂട്ട കൊലപാതകത്തിൽ കൂടുതൽ പേർ പ്രതികളാകും. 2 പേർ നിരീക്ഷണത്തിൽ. മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചും അന്വേഷണം. പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ് നാളെ അപേക്ഷ നൽകും. സിദ്ധാർത്ഥന്റെ മരണത്തിൽ തെളിവെടുപ്പിനായി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. പൂക്കോട് കോളേജിലെത്തിയ അധ്യാപകരെ വിസ്തരിക്കും. CBI അച്ഛൻ ജയപ്രകാശിന്റെ മൊഴിയെടുക്കും. ടെലവീവിൽ ഇസ്രയേലിനെതിരെ വൻ പ്രക്ഷോഭം. പ്രസിഡന്റ് നെതന്യാഹു രാജിവെക്കണമെന്ന ആവശ്യം. ചെങ്കടലിൽ കപ്പലിന് നേരെ വീണ്ടും ഹൂതി ആക്രമണം. വിശദാംശങ്ങളിലേക്ക് പോകാം. ജോലിയിൽ തിരികെ പ്രവേശിച്ച് നഴ്സിംഗ് ഓഫീസർ PB അനിത ICU പീഡനക്കേസിലെ അതിജീവിതയ്ക്കൊപ്പമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിയത്. കോടതിയിൽ നിന്ന് നീതി കിട്ടുമെന്നാണ് പ്രതീക്ഷയെന്നും PB അനിത പ്രതികരിച്ചു.